അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വയറിനു മാത്രം നോമ്പും പെരുന്നാളുമുള്ള ജനലക്ഷങ്ങൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. പകൽ പട്ടിണിയായിരുന്നു പലർക്കും. അവരുടെ തിങ്കൾ മുതൽ തിങ്കൾ വരെയുള്ള നോമ്പിലെ ദിവസങ്ങൾ ആകെ വ്യത്യാസം വന്നത്, ഷെഡ്യൂളിൽ വന്ന ആകെ വ്യത്യാസം എന്ന് പറയുന്നത്, രാവിലെ 4 മണിക്കൊരു അലാം അടിക്കും. ആദ്യം ഭാര്യ എണീക്കും, പിന്നെ മുതിർന്നവർ എണീക്കും, പിന്നെ കുട്ടികൾ എണീക്കും. എന്നിട്ട് ആദ്യം എണീറ്റവർ അങ്ങനെ കിടന്ന് ഒരുപക്ഷെ സുബഹിയും നഷ്ടപ്പെട്ട് ചിലരെങ്കിലും സുബഹിക്കൊക്കെ പോയി. പിന്നെ വൈകുന്നേരം ഒരു ഭക്ഷണം ഉണ്ടാകും. അതിൻ്റെ ഇടയ്ക്കുള്ള പൂർണ്ണമായ സമയം അവർ പട്ടിണിയിലായിരുന്നു. പക്ഷേ അവരുടെ ഇച്ഛകൾക്കൊന്നും യാതൊരു നിയന്ത്രണവും ഉണ്ടായിട്ടില്ല. റമദാനല്ലാത്ത കാലത്തെ പോലെ തന്നെ അവർ സംസാരിച്ചു. റമദാനല്ലാത്ത കാലത്തെ പോലെ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ അലഞ്ഞു. റമദാനല്ലാത്ത കാലത്തെ പോലെ തന്നെ അവർ ഇടപാടുകൾ നടത്തി. ഇങ്ങനെയായിരിക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക. അള്ളാഹുവോട് ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ നടത്തുകയും അള്ളാഹുവോട് പുറത്തു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അടുത്തൊരു റമദാനിൽ നമ്മൾ ജീവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇതേപോലെ തന്നെയാണ് പലരുടെയും പെരുന്നാളും. നന്നായി വയറു നിറയെ ഭക്ഷിക്കും. പക്ഷേ റമദാൻ കഴിഞ്ഞിട്ട് പോലും പലരുമായുള്ള വ്യക്തിബന്ധങ്ങളെ കൃത്യതപ്പെടുത്താനോ ചിട്ടപ്പെടുത്താനോ അതിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാനോ ശ്രമിച്ചിട്ടില്ല. ഭാര്യയും ഭർത്താവും റമദാനിൻ്റെ മുമ്പുള്ള അതേ മാനസികാവസ്ഥയിലാണ് ഇപ്പോഴും. അവരുടെ കടിപിടിയും വക്കാണും ഒക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. പിണക്കങ്ങൾ തുടരുന്നുണ്ട്. മക്കളോടുള്ള പെരുമാറ്റത്തിൽ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല. അയൽപ്പക്കങ്ങളിലുള്ള ബന്ധങ്ങളിലെ ഇഷ്യൂസ് പരിഹരിച്ചിട്ടില്ല. ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള വിഷയങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. പെങ്ങളുമായുള്ള സ്വത്തു തർക്കങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. ബിസിനസ് ബന്ധങ്ങളിൽ പാർട്ട്ണർമാരുമായുള്ള വിഷയങ്ങൾ സംസാരിച്ച് പരിഹരിച്ചിട്ടില്ല. അതൊന്നും പരിഹരിക്കാതെ പുതിയ കുപ്പായത്തിൽ പുരട്ടിയ അത്തർ, അതിൻ്റെ ഗന്ധത്തിൽ മാത്രം നമുക്ക് ചുറ്റുമുള്ളവർ നമ്മിൽ നിന്ന് സന്തോഷം സ്വീകരിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ, ബന്ധത്തിൽ നമുക്ക് സ്നേഹത്തിൻ്റെ അത്തർ പുരട്ടാനും വിട്ടുവീഴ്ചയുടെയും വിയോജിപ്പിൻ്റെയും പുതിയ തലങ്ങൾ കണ്ടെത്താനും കഴിയുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നോക്കൂ നിങ്ങൾ. സ്വന്തം പത്നിക്കെതിരിൽ ലൈംഗികാരോപണം ഉന്നയിച്ച വ്യക്തിയെപ്പോലും അയാൾ മരിച്ചപ്പോൾ അയാളുടെ മയ്യിത്ത് നിസ്കരിക്കാൻ പോവുകയും അത് വേണോ നബിയെ എന്ന് ചോദിച്ച സ്വഹാബിമാരോട് അയാൾക്ക് വേണ്ടി 70 തവണ നിസ്കരിച്ചിട്ട് അയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ 2 കാലുകളും കെട്ടിത്തൂക്കിയിട്ട് ചാട്ടവാറുകൊണ്ട് നിരന്തരം തല്ലി, ചാട്ടവാറ് പൊട്ടിയിട്ടും തല്ലി നിർത്താത്ത, ആരാച്ചാരോട് വീണ്ടും അത് നിർദ്ദേശിച്ച ഭരണാധികാരിക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലി മഅ്മൂന് പുറത്തു കൊടുക്കണേ എന്ന് പിന്നീട് വേദന അനുഭവിച്ച് ജീവിച്ചപ്പോഴും ഇമാം അഹ്മദ് ബിൻ ഹംബൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ വിട്ടുവീഴ്ചയുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ അവസാനിക്കും. ലോകത്ത് 1 മിനിറ്റിൽ 20 ലക്ഷം ആളുകൾക്ക് സ്ട്രോക്ക് ബാധിക്കുന്നുണ്ട് എന്നാണ്. ഓരോ സെക്കൻഡിലും ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ നമ്മളാകാം മരിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായ പുനർവിചിന്തനങ്ങൾ ആവശ്യമാണ്. ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും സ്വാധീനിച്ചുവെങ്കിൽ ആദ്യം സലാം പറയേണ്ടത് ആരോടാണ് എന്ന് തീർച്ചയായും പരിശോധിക്കുക. കുടുംബസഹിതം ഒരു സന്ദർശനം പോയി ഒന്ന് വെറുതെ നീ വിട്ടുതരണം, മാപ്പാക്കണമെന്ന് പോലും പറയേണ്ടി വരില്ല. ചിലത് ഒന്ന് പോയി കണ്ട് സംസാരിച്ച് പോരുന്നതോടുകൂടെ തീരുന്നതായിരിക്കും. അതുകൊണ്ട് അത്തരം നന്മകൾക്ക് കൂടി ഈ ദിവസം നമ്മൾ ഉപയോഗിക്കുക. കോവിഡ് കാലത്ത് ഇതൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇതിനൊക്കെ പറ്റുന്നൊരു സാഹചര്യമാണ്. ആ നിലക്ക് കൂടി കാര്യങ്ങൾ കാണുക. ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കും പാർക്കുകളിലേക്കും മാത്രമാകരുത് യാത്ര എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.